ഹരേ കൃഷ്ണ. 2025 മെയ് 15 വ്യാഴം ലഗ്നരാശിയിൽ നിന്നും മിഥുനരാശിയിലേക്ക് ഗോചരം ചെയ്യുന്നു. അതും അതിചാരി അവസ്ഥയിൽ. ഈ സ്ഥാനമാറ്റം ഇടവൻ രാശിക്കാർക്ക് സർവശ്രേഷ്ഠമാകുമോ എന്ന് നോക്കാം. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്, ദയവായി പോയി കാണുക. വ്യാഴത്തിൻ്റെ ഈ മാറ്റം അതിചാരി അവസ്ഥയിലാണ്. 3 ഗതികളാണ് ഒരു പ്ലാനറ്റിന് ഉള്ളത്. അത് ഒന്ന് സാമാന്യഗതി, വക്രഗതി, അതിചാരിഗതി. അപ്പോൾ വ്യാഴമാറ്റം ഈ പ്രാവശ്യം അതിചാരിഗതിയിലായിരിക്കും. അതിചാരിഗതി എന്ന് വെച്ചാൽ 3 മടങ്ങ് വേഗത്തിലായിരിക്കും വ്യാഴം സഞ്ചരിക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ ഇടവൻ രാശിക്കാർക്ക് എങ്ങനെ പ്രഭാവം ആവുമെന്ന് നോക്കാം. വ്യാഴം അതിചാരി അവസ്ഥയിൽ വന്നപ്പോൾ ദ്വാപരയുഗത്തിൽ മഹാഭാരത യുദ്ധവും 2ാം വേൾഡ് വാറും പിന്നെ കൊറോണ സമയത്തും വ്യാഴം അതിചാരി അവസ്ഥയിൽ ആയിരുന്നു. ആ വ്യാഴം വീണ്ടും അതിചാരി അവസ്ഥയിലേക്ക് വരാൻ പോകുന്നു. അതിൻ്റെ പ്രഭാവങ്ങൾ എന്തെല്ലാം ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ 3 ഡേറ്റുകൾ അനുസരിച്ചായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ ഡേറ്റ് മെയ് 15 മുതൽ 18 ഒക്ടോബർ വരെയുള്ള കാര്യവും, അടുത്തത് 18 ഒക്ടോബർ മുതൽ 5 ഡിസംബർ വരെയുള്ളതും, മൂന്നാമത്തേത് ഡിസംബർ 5 മുതൽ ജൂൺ 2 മുതലും 2 വരെയും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം വ്യാഴം നിങ്ങളുടെ ശത്രുവിൻ്റെ രാശിയിലായിരുന്നു. അത് നിങ്ങൾക്ക് അത്രയും അനുകൂലമായ ഒരു കാലം ആയിരുന്നില്ല, അല്ലേ? എന്തെന്നാൽ വ്യാഴം ശത്രുവിൻ്റെ രാശിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹ ജീവിതത്തിലും പിന്നെ ശരീര സുഖത്തിലും ഒക്കെ കുറവ് വരുന്നതായിരിക്കും. ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ അനുഭവിച്ചു കാണും, അല്ലേ? വ്യാഴത്തിൻ്റെ മാറ്റം 2ാമത്തെ ഹൗസിൽ എത്തുന്നതോടുകൂടി കുറച്ചൊരു ആശ്വാസം നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മെച്ചപ്പെടാനും കടബാധ്യതയൊക്കെ കുറച്ച് കുറയുന്നതിനും ഒക്കെ ഒരു നല്ല സമയമാണ്. പക്ഷേ ഒക്ടോബർ 18 വരെ ഒരു കാര്യത്തിനും തീരുമാനമെടുക്കാതിരിക്കുക. തീരുമാനമെടുക്കുന്നതിന് നല്ല ഒരു കാലഘട്ടം അല്ല. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടുന്നതിനും പിന്നെ നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ നല്ലതുപോലെ ആക്കുന്നതിനുമൊക്കെയുള്ള ഒരു സമയം ഈ സമയമാണ്. 18 ഒക്ടോബറിന് ശേഷം വ്യാഴം നിങ്ങളുടെ 3ാമത്തെ ഹൗസിൽ 3rd ഹൗസിൽ വരികയും, അതായത് കർക്കരാശിയിൽ വരികയും വ്യാഴം ഉച്ചസ്ഥാനത്ത് വരികയും ചെയ്യുന്നു. ഈ സമയം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല ഒരു നിർണായകമായ ഒരു സമയം തന്നെയാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 7ാം ഭാവത്ത് പതിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മാരേജ് ലൈഫ്, ദാമ്പത്യ ജീവിതത്തിൽ നല്ല ഒരു ബന്ധം പുലർത്തുന്നതിനും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യത്തിനും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും വളരെ നല്ല ഒരു കാലം തന്നെയാണ്. നിങ്ങളുടെ വരുമാനം പെട്ടെന്ന് വർദ്ധിക്കുകയും സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷത്തിൽ ഏറ്റവും നല്ല ഒരു സമയം ഈ സമയം ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഹാർഡ് വർക്കും പുതിയ ബിസിനസ് ചെയ്യുന്നവർക്കും നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു ട്രാൻസ്ഫർ വേണമെന്ന് വിചാരിക്കുന്നവർക്കും നിങ്ങൾക്ക് പ്രൊമോഷനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് ഈ സമയം കിട്ടുന്നതായിരിക്കും. ഏറ്റവും നല്ല ഒരു സമയമായിരിക്കും ഡിസംബർ 5 വരെ. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഈ സമയവും നിങ്ങൾക്ക് കെയർഫുൾ ആയിട്ടിരിക്കണം. എന്തെന്നാൽ വ്യാഴം അതിചാരി അവസ്ഥയിലാണ്. ഒരു വർഷം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ് പെട്ടെന്ന് ഈ 5 മാസം കൊണ്ട് ചെയ്യാൻ പോകുന്നത്. ഏത് കാര്യം ചെയ്താലും നല്ലപോലെ നോക്കിക്കണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് മുതിർന്നവരുമായിട്ട് നിങ്ങൾ സംസാരിച്ച് അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. ആക്ച്വലി ഒരു പ്ലാനറ്റിന് ഒരു ഹൗസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 12 മാസം അല്ലെങ്കിൽ 13 മാസമാണ് വേണ്ടത്. പക്ഷേ ഇവിടെ
വ്യാഴം അതിചാരി അവസ്ഥയിൽ ആയതുകൊണ്ട് ആ കാര്യം 4-5 മാസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള പാകപ്പിഴകളും വരാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏത് കാര്യം ചെയ്താലും ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഈ സമയം ട്രേഡിങ്ങിലും പിന്നെ ഓൺലൈൻ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ നല്ല ഒരു സമയം തന്നെയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കഴിവിനനുസരിച്ച് എല്ലാവരും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക. ഡിസംബർ 5 ശേഷം വ്യാഴം വീണ്ടും നിങ്ങളുടെ 3rd ഹൗസിൽ വിട്ട് 2nd ഹൗസിലേക്ക് വീണ്ടും പോകുന്നു. എന്താണെന്ന് വെച്ചാൽ, ഗുരു 1 വർഷം ചെയ്തു കഴിയേണ്ട കാര്യമാണ് ഈ 5 മാസം കൊണ്ട് ചെയ്തു തീർത്തത്. അപ്പോൾ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വീണ്ടും 2nd ഹൗസിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ വ്യാഴമാറ്റം ഇടവരാശിക്കാർക്ക് ഒരു സർവശ്രേഷ്ഠം തന്നെ എന്ന് പറയാം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നിങ്ങൾക്ക് നല്ലതായിരിക്കും. വ്യാഴത്തിൻ്റെ ഈ മാറ്റം നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ, ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും പിന്നെ നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യുകയും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെ, അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പ് തരുന്നുണ്ട്. റെമഡി: നിങ്ങളുടെ ഇഷ്ടദേവതയോ ദേവിയോ നിങ്ങൾക്ക് ഭജിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാമജപം. കലിയുഗത്തിൽ നാമജപം കൊണ്ട് മാത്രമേ ഒരു ആത്മാവിന് മുക്തി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നാമജപം ചെയ്യുക. കുറച്ചൊക്കെ വ്യൂവേഴ്സ് ചോദിച്ചിരുന്നു, നാമജപം ഏത് നാമമാണ് ജപിക്കേണ്ടത്? നിങ്ങൾക്ക് ഹരേ കൃഷ്ണ നാമം ഏത് സമയത്തും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. പക്ഷേ മന്ത്രം അങ്ങനെയല്ല. മന്ത്രം നമ്മൾ ജപിക്കുമ്പോഴത്തേക്കും നമ്മൾ ശുദ്ധ അവസ്ഥയിൽ മാത്രമേ മന്ത്രങ്ങൾ ജപിക്കാൻ പാടുള്ളൂ. പക്ഷേ നാമം ജപിക്കുന്നത് നിങ്ങൾ ടോയ്ലറ്റ് ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നാമം ജപിക്കാം. ഹരേ കൃഷ്ണ എൻ്റെ ഗുരുദേവൻ എനിക്ക് തന്നിരിക്കുന്നത് രാധ രാധ എന്നാണ്. പക്ഷെ ഗുരുമന്ത്രം എനിക്ക് പറയാൻ പാടില്ല. ഗുരുമന്ത്രം ആരോടും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ രാധ 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 എന്നാണ് ഞാൻ ജപിക്കാറുള്ളത്. നിങ്ങൾക്ക് ഹരേ കൃഷ്ണ, ഗോവിന്ദ എന്ത് വേണേലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ആ നാമജപം കൊണ്ട് മാത്രമേ ഈ കലിയുഗത്തിൽ നമുക്ക് ആശ്വാസം കിട്ടുകയുള്ളൂ. നിങ്ങളുടെ എല്ലാ ദുരിതങ്ങൾ മാറുന്നതിനും നാമജപം ചെയ്യുക. നിങ്ങൾ കുട്ടികളെ കൊണ്ടും നാമജപം ചെയ്യിപ്പിക്കുക. വൈകുന്നേരം ഒരു അരമണിക്കൂർ എല്ലാവരും കൂടിയിരുന്ന് ഒരു ചെറിയൊരു ഭജന പോലെ നടത്തുക. ഇതൊക്കെ ചെയ്തു നോക്കൂ. ഒരു ഗ്രഹവും നിങ്ങളെ ഒരു കഷ്ടപ്പാടും തരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന വീട്ടിൽ അതിനുള്ള ഐശ്വര്യവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വാസ്തു ടിപ്പ്: നിങ്ങളുടെ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം, നിങ്ങളുടെ വീട്ടിലെ മാസ്റ്റർ എവിടെയാണ് കിടന്നുറങ്ങേണ്ടത്? തെക്ക് പടിഞ്ഞാറ് കോർണറിലുള്ള ആ റൂമിലാണ് മാസ്റ്റർ ബെഡ്റൂം വരേണ്ടത്. ആ റൂമിൽ നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ അവിടെ ആരാണോ കിടക്കുന്നത് അവരുടെ അധികാരമായിരിക്കും ആ വീട്ടിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഈ സൗത്ത് വെസ്റ്റിൻ്റെ ഈ ബെഡ്റൂം ഒരിക്കലും കൊടുക്കാതിരിക്കുക. നിങ്ങൾ പറയുന്നത് അനുസരിക്കത്തില്ല. അതുകൊണ്ട് മാസ്റ്ററാണ് ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾ കറക്റ്റായിട്ട് പറയണം. അപ്പോൾ ഒന്നും കൂടെ മെച്ചപ്പെടുത്തുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം. എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയുണ്ട്. അതുപോലെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. സ്റ്റേ ബ്ലെസ്ഡ്. ഹരേ കൃഷ്ണ.